നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ പൂന്താനം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 136 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ചത്. ഇന്ന് 137ാമത്തെ ശ്ലോകം മുതൽക്ക് നമുക്ക് വായിക്കാം. നോക്കാവതാണു മനമേ മനുജന്നു തന്നാൻ നീക്കാവതല്ല ഭവിതവ്യമൊടുങ്ങുവോളം ആക്കം കുറഞ്ഞനുഭവങ്ങൾ പകർന്നു കാണാം വീർക്കുന്ന വീർപ്പവിടെ നേർത്തുവരും ക്രമേണ. മനമേ എന്ന് മനസ്സിനെ വിളിക്കുകയാണ്. അല്ലയോ മനസ്സേ, നോക്കാവതാണ്. നമുക്ക് ഒന്ന് നോക്കാം എന്ന് പറയില്ലേ, നമുക്കൊന്ന് ആലോചിക്കാവുന്നതാണ്. എന്ത്? ഭവിതവ്യം, നമ്മുടെ ഭാവി എന്താവും എന്നുള്ളത്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചായിരിക്കുമല്ലോ നമുക്ക് ലഭിക്കുന്ന ആ ഫലം. അപ്പോൾ അതെന്തായിരിക്കും, നമ്മുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് നോക്കാവുന്നതാണ്. ഒന്ന് പരിശോധിക്കാം. മനുജന്നു തന്നാൻ നീക്കാവതല്ല. മനുഷ്യന് അത് തന്നെത്താൻ നീക്കാൻ സാധിക്കില്ല, അത് ഇല്ലാതെയാക്കാൻ സാധിക്കില്ല. നമ്മുടെ എന്താ ഇനി നടക്കാൻ പോണ ആ കർമ്മഫലം നമുക്ക് തന്നെ മാറ്റാൻ സാധിക്കില്ല. ഭവിതവ്യം ഒടുങ്ങുവോളം, ഭവിതവ്യം ഇനി വരാനിരിക്കുന്നത്, നമ്മളിങ്ങനെ കർമ്മഫലം അനുഭവിച്ച് അത് തീർന്ന് ഇനി വരാനിരിക്കുന്നത് അതെന്തായിരിക്കും? ആക്കം കുറഞ്ഞ അനുഭവങ്ങൾ പകർന്നു കാണാം. ഈ കർമ്മഫലങ്ങള് നമ്മൾ അനുഭവിക്കും തോറും അതിൻ്റെ അനുഭവങ്ങള്, അതിൻ്റെ ആ തീവ്രത, ബലം കുറഞ്ഞും കൂടിയും ആ ഭാവഭേദത്തോടെ വരുന്നത് കാണാം. എന്തായാലും ആ അനുഭവങ്ങളുടെ തീവ്രത കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. എന്നിട്ടോ വീർക്കുന്ന വീർപ്പവിടെ നേർത്തു വരും ക്രമേണ. പതുക്കെ പതുക്കെ നമ്മുടെ ആ ശ്വാസം, വീർപ്പ് എന്ന് വെച്ചാൽ ശ്വാസം, ആ ജീവശ്വാസം നേർത്ത് വരും, ഇല്ലാതെയായിത്തീരും എന്നർത്ഥം. അതായത് കൈവല്യം വന്നു ചേരും. അതെന്താണ് ഇവിടെ പറയേണ്ടത്? ആദ്യം നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞുല്ലോ, വിഷയങ്ങൾ ഓരോന്ന് നോക്കി ചത്തും പിറന്നും ഉഴലായിക എന്ന് പറഞ്ഞു. നമ്മൾ ഈ ഇന്ദ്രിയങ്ങളിലെ പിന്നാലെ പോയിട്ട് ഓരോ വിഷയങ്ങളിൽ ഭ്രമിച്ചിട്ട് ഈ ജനന മരണ ശൃംഖലയിൽ പെട്ടിട്ട് ഉഴലരുത് എന്ന് മനസ്സിനോട് പറഞ്ഞു. അതിൻ്റെ ബാക്കിയാണ്. അതിനുവേണ്ടി നമുക്കൊന്ന് നോക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് അതിനുള്ള കഴിവുണ്ട്. മനസ്സിനോട് പറയാണ്, നമുക്കൊന്ന് ആലോചിക്കാം. നമ്മുടെ ഇതുവരെ ചെയ്ത ആ കർമ്മം, അതിൻ്റെ ഫലത്തിനെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ ഭവിതവ്യം, ഭാവി ഇരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തതിൻ്റെ ഫലം അത് മനുഷ്യനെ കൊണ്ട് തടുക്കാൻ സാധിക്കുന്നതല്ല. അതായത് വരാനുള്ളതൊക്കെ വരിന്നെ ചെയ്യും എന്നർത്ഥം. എന്നാൽ ആ കർമ്മഫലം അനുഭവിച്ച് തീരും തോറും നമുക്ക് ഉണ്ടാവുന്ന ആ ഫലങ്ങൾക്ക് ബലം കുറഞ്ഞു വരും. അങ്ങനെ അനുഭവങ്ങൾ അവസാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വസിക്കാനുള്ള ആ കാലാവധി തീരും ചെയ്യും. അങ്ങനെ കൈവല്യപ്രാപ്തി വന്നു ചേരും എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞാലെങ്കിലും നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കാൻ വേണ്ടിയിട്ട് മനസ്സിനെ ഒന്ന് ഉപദേശിച്ചതാണ്. ഇനി അടുത്ത ശ്ലോകം. ഭോഷ്കും പറഞ്ഞു ഭവനങ്ങളിലങ്കനാനാം പൊയ്ക്കൂടുമപ്പരിചുരാപ്പകലുള്ളതെല്ലാം നീർപ്പോള പോലെ മരുവുന്ന കളേബരാന്തേ വീർപ്പുണ്ടതും നിയതമല്ല നിനക്കെടോ നീ. ഭോഷ്ക് പറഞ്ഞുകൊണ്ട്, അതായത് അസത്യങ്ങൾ പറഞ്ഞ് അങ്കനമാരുടെ ഭവനങ്ങളിൽ, സ്ത്രീകളുടെ വീടുകളിൽ രാത്രിയും പകലും ഇങ്ങനെ ചുറ്റി നടക്കുക. നീർപ്പോള പോലെ മരുവുന്ന കളേബരാന്തേ, നീർക്കുമിള പോലെ സ്ഥിതി ചെയ്യുന്ന ഈ ശരീരത്തിൻ്റെ ഉള്ളില് വീർപ്പുണ്ടതും നിയതമല്ല. നമുക്ക് ശ്വാസം ഉണ്ട് എന്നുള്ളത്, നമ്മൾ അനുഭവിക്കേണ്ട ശ്വാസം ഉണ്ട് എന്നുള്ളത്, അത് നിയതമല്ല, ഒരിക്കലും ശാശ്വതമല്ല, നിത്യമല്ല. നിനക്കെടോ നീ, അത് നീ ഓർത്ത് വെക്കണം. എന്ന് വെച്ചാൽ വീടുകളിൽ കയറി ആ സ്ത്രീകളുടെ അടുത്ത് നുണയായിട്ടുള്ള കുറേ വീമ്പൊക്കെ പറഞ്ഞ് രാത്രിയും പകലും എന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവൻ നമ്മൾ ചെലവഴിക്കും.
നമ്മളെ ഓരോരുത്തരോട് നമ്മളെക്കുറിച്ച് വീമ്പ് പറയൂലോ, അങ്ങനെ പറഞ്ഞ് ജീവിതം മുഴുവനും ചെലവഴിക്കും. എന്നാൽ നമ്മുടെ ഈ ശരീരത്തിലുള്ള ഈ ശ്വാസം എന്ന് പറയുന്നത് ഒരു നീർപ്പോള പോലെയുള്ളൂ. എപ്പോഴാണ് അത് ഇല്ലാതെയാവുക എന്നറിയില്ല. നീർക്കുമിള ടക്കെന്ന് പൊട്ടിയാൽ കഴിഞ്ഞു. അതുപോലെയുള്ളൂ ഈ ശ്വാസം. അവിടെ നിന്നാൽ തീർന്നു നമ്മുടെ ജീവിതം. അത് മനസ്സിൽ എപ്പോഴും ഓർത്തുകൊണ്ട് വേണം ജീവിക്കാൻ എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത നിമിഷം നമ്മൾ മരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും കുറച്ചും കൂടി സമയം ഉണ്ടെങ്കിൽ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു എന്ന്. ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നമ്മൾ വേണ്ടാത്ത ഒന്നും ചെയ്യില്ല. അത് എപ്പോൾ വേണമെങ്കിൽ മരിക്കാം, ഈ ശ്വാസം എപ്പോൾ വേണമെങ്കിൽ നിൽക്കാം എന്നൊരു ചിന്ത മനസ്സിൽ വന്നാൽ പിന്നെ വേണ്ടാത്തതൊന്നും ചെയ്യാൻ തോന്നില്ല. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇനി അടുത്ത ശ്ലോകം. കന്യാകുബ്ജത്തിലല്ലായികയോ ജനനമതോ ദാസിയെ കാമിയാഞ്ഞോ ത്വന്നാമത്തിന്നുമിപ്പോൾ കലിയുഗമതുകൊണ്ടുള്ള വീര്യം കുറഞ്ഞോ എന്നോ നാലക്ഷരം താൻ മുഴുവനരുതതിൽ കുറ്റമെന്നിൽ പിണഞ്ഞോ ത്വന്നാമം ഞാൻ അറിഞ്ഞിട്ടനുദിനമുര ചെയ്തെന്നതോ വാസുദേവ. കന്യാകുബ്ജത്തിൽ ജനിക്കാത്തത് കൊണ്ടാണോ? ദാസിയെ കാമിയാഞ്ഞോ? അതോ ദാസിയെ കാമിക്കാഞ്ഞിട്ടാണോ? അതോ ത്വന്നാമത്തിനും ഇപ്പോൾ കലിയുഗം അതുകൊണ്ടുള്ള വീര്യം കുറഞ്ഞോ? കലിയുഗം ആയതുകൊണ്ടാണോ അവിടുത്തെ ആ നാമത്തിന് ഇത്ര വീര്യം ഇല്ലാതായത്? അവിടുത്തെ നാമത്തിന്റെ പ്രഭാവം കുറഞ്ഞു പോയോ? ഇന്നത്തെ വരിയിൽ പറയാണ്, എന്നോ നാലക്ഷരം താൻ മുഴുവൻ അരുതതിൽ കുറ്റമെന്നിൽ പിണഞ്ഞു. ഒരു നാലക്ഷരം നാരായണ എന്നുള്ള ആ നാലക്ഷരം മുഴുവൻ ചൊല്ലിയതിൽ എന്തെങ്കിലും കുറ്റം പിണഞ്ഞു എന്റേന്ന്? അതോ ത്വന്നാമം ഞാൻ അറിഞ്ഞിട്ടനുദിനം ഉര ചെയ്തെന്നതോ വാസുദേവ, അവിടുത്തെ ആ തിരുനാമമാണ് എന്ന് ഞാൻ അറിഞ്ഞിട്ട് അനുദിനം ദിവസം തോറും അത് കീർത്തിച്ചു എന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഈ ശ്ലോകത്തില് അജാമിളന്റെ കഥയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അജാമിളൻ ജനിച്ചിട്ടുള്ള കന്യാകുബ്ജത്തിൽ ഞാൻ ജനിക്കാത്തത് കൊണ്ടാണോ? അതോ അജാമിളൻ ചെയ്ത പോലെ ദാസിയെ സ്നേഹിച്ചിട്ട് മാതാപിതാക്കളെ സേവിക്കാത്തത് കൊണ്ടാണോ? അല്ലെങ്കിൽ ഇപ്പോൾ കലിയുഗമാണല്ലോ, അതുകൊണ്ട് അവിടുത്തെ ആ നാമത്തിന്റെ ആ പ്രഭാവം കുറഞ്ഞു പോയത് കൊണ്ടാണോ? അല്ലെങ്കിൽ ആ നാലക്ഷരം നാരായണ എന്നുള്ള നാലക്ഷരം മുഴുവൻ ഞാൻ ശരിക്ക് ചൊല്ലുന്നില്ല എന്ന എന്തെങ്കിലും തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടോ? അല്ലയോ വാസുദേവ ശ്രീകൃഷ്ണ, അതോ ഞാൻ ദിവസവും അവിടുത്തെ ആ നാമം അറിഞ്ഞിട്ട് ജപിക്കുന്നത് കൊണ്ടാണോ? എന്താണ് ഞാൻ ചെയ്ത തെറ്റ് എന്ന് ചോദിക്കുകയാണ്. എന്നുവെച്ചാൽ എന്താണ് അങ്ങ് എന്നോട് പ്രസാദിക്കാത്ത, എൻ്റെ മുന്നിൽ വരാത്തത് എന്ന്. ഇവിടെ കന്യാകുബ്ജത്തിൽ ജനിച്ച അജാമിളൻ ഒരു ദാസിയിൽ അനുരക്തനായിട്ട് അതിൽ പുത്രന്മാരൊക്കെ ജനിച്ചു. അതിൽ അവസാനത്തെ പുത്രന് നാരായണൻ എന്നാണ് പേരിട്ടത്. അപ്പോൾ മരണസമയത്ത് യമകിങ്കരന്മാരെ കണ്ടിട്ട് പേടിച്ച് തൻ്റെ മകനെ വിളിച്ചു നാരായണ എന്ന് വിളിച്ചു. ആ ഒരു പ്രാവശ്യം നാരായണ എന്ന് വിളിച്ച അജാമിളന് മോക്ഷം ലഭിച്ചു. അത് തൻ്റെ പുത്രനെ ഉദ്ദേശിച്ചിട്ടാണ് നാരായണ എന്ന് വിളിച്ചത്. എന്നിട്ട് ആ അജാമിളന് അങ്ങ് മോക്ഷം കൊടുത്തു. ഞാൻ ദിവസവും ഇങ്ങനെ നാരായണ എന്ന് ചെല്ലുന്നത് കൊണ്ടാണോ അങ്ങ് എന്നെ ഗൗനിക്കാത്തത് എന്ന ഒരു ചെറിയ പരിഭവപൂർണമായിട്ടുള്ള ചോദ്യം ചോദിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ. അതായത് അജാമിളിനേക്കാളും ഞാൻ ധർമ്മം അനുസരിച്ച് ഭക്തിയോടെ അങ്ങേ ഭജിക്കുന്നുണ്ട്, എന്നിട്ടും അങ്ങ് എന്നോട് ഒട്ടും ദയ കാണിക്കുന്നില്ലല്ലോ എന്നൊക്കെയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതുപോലെ ഈ കന്യാകുബ്ജം എന്നുള്ളത് കനുജം എന്നുള്ള ഒരു പൗരാണിക നഗരമായിരുന്നു എന്നും പറയുന്നുണ്ട്. ഈ കനുജം എന്ന നഗരത്തിനെ കുറിച്ച് വേറെ പല കഥകളും കേട്ടിട്ടുണ്ട്. അത് ഇപ്പോൾ ഇവിടെ പറയുന്നില്ല, വേറൊരു സന്ദർഭത്തിലാവട്ടെ. ഇന്ന് തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. ഇന്നലെ ഉടുപ്പി ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഐതിഹ്യമൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഭഗവത്ഗീത ഇന്നലെ അപ്ലോഡ് ചെയ്യുന്നത്. അത് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് കേൾക്കുന്നതോടൊപ്പം എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം.
എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ